ഹായ് ഹലോ. എന്താണ് ഇങ്ങനത്തെ ഒരു വേഷത്തിൽ എന്ന് ചോദിച്ചാൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു എടുക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ കെട്ടി പട്ടുപാവാടയും കുപ്പായൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഞാനേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഇങ്ങനെയായിരുന്നു മുടി കെട്ടാറ്. 2 സൈഡിലേക്കും മെടഞ്ഞിട്ടിട്ടേ പോവുകയായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, അന്ന് മുടിയൊന്നും അയച്ചിട്ട് പോവില്ല. 2 സൈഡിലേക്കും മെടഞ്ഞിട്ടിട്ട് എന്നിട്ടൊരു തട്ടം ഇടാനുണ്ടായിരുന്നു. മുടി രണ്ടും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടും. എനിക്കെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല മുടിയുള്ള ഒരാളാട്ടോ. ഞാനും എൻ്റെ മൂത്ത സഹോദരി ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയ മുടി എന്ന് എനിക്ക് പറയാം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഉമ്മാക്ക് ഭയങ്കര നല്ല മുടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്കും മൂത്ത സഹോദരിക്ക് ഇതേപോലെ മുടി. അവളൊക്കെ എന്ന് വെച്ചാൽ അയച്ചിട്ടിട്ട് ഇപ്പോഴും അങ്ങനെയാണ്. അവൾ അയച്ചിട്ടിട്ട് യക്ഷികളുടെ മാതിരി നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെന്ന് വെച്ചാൽ ഇതേപോലെ 2 സൈഡിലേക്ക് മുടി മുടഞ്ഞിട്ടിട്ട് നന്നായിട്ട് കണ്ണെഴുതിയായിരുന്നു. സ്കൂളിലുള്ള എൻ്റെ ഇരട്ടപ്പേര് എന്ന് പറയുന്നത് കൺമഷി എന്നായിരുന്നു. അപ്പോൾ മുടി നമുക്ക് സ്കൂളിലേക്ക് 2 സൈഡിലേക്ക് മുടി മുടഞ്ഞിട്ട് പോകണമെന്നൊന്നുമില്ല കേട്ടോ. ചില സ്കൂളിലേക്ക് അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കങ്ങനെ മുടി മുടഞ്ഞിട്ടിട്ട് പോകണമെന്നും നമുക്കങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. യൂണിഫോം വേണം, അത് ചുരിദാറായാലും പാവാടയും കുപ്പായൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള. ഇപ്പം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. കൊരങ്ങാട് സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ എന്തായിരുന്നു പയ്യൻ്റെ പേര്, നെഞ്ചക്കടിച്ച ഒരു പയ്യനെ കൊന്നില്ലായിരുന്നോ കുറച്ച് കുട്ടികൾ. ആ കുട്ടികളൊക്കെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇങ്ങനെ 2 സൈഡിലേക്കും മുടങ്ങിയിട്ടിട്ട് പോകുന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. എന്നതിന് ശേഷം മുടി അങ്ങനെ മുടങ്ങിയിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെലിവറി സമയത്തും എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. 2ഉം സിസേറിയനായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഡെലിവറി സമയത്തുണ്ടല്ലോ ഒരു പുറപ്പെടാൻ, തലേ ദിവസം അണിഞ്ഞൊരുങ്ങാൻ 2 സൈഡിലേക്കും മുടിയൊക്കെ മുടങ്ങിയിട്ട് കെട്ടി വെച്ചിട്ടൊക്കെ ആണല്ലോ നമ്മൾ ഡെലിവറിക്ക് പോവുക. പിന്നെ അങ്ങനെ കെട്ടിയെന്നല്ലാതെ പിന്നീട് ഇപ്പോഴാട്ടോ ഞാനിങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സജീവമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളൊക്കെ കാണാമല്ലോ, മുടി നിലത്തൂടി ചെയ്യുന്ന ആൾക്കാർ വരെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞ് മറ്റേ മീശമാധവനിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ സർക്കാർ ബുക്കിൽ എങ്ങനെയാ പിള്ളേച്ച കുണ്ടി കാണിച്ച് എന്ന് പറഞ്ഞ് ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുണ്ടി എന്ന് പറയാൻ പറ്റില്ല, ചന്തി എന്ന് പറഞ്ഞോളി കേട്ടോ. അപ്പം എനിക്ക് ചന്തിയുടെ താഴെ മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഒരു കസിന് എന്നോട് പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ? ചന്തിയുടെ താഴെ മുടി പോയാൽ എന്നുവെച്ചാൽ മുടി നീണ്ട് കിടക്കുക വെച്ചാൽ ഭർത്താവിന് ദോഷമാണ്, ഭർത്താവ് മരണപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം വിവാഹം കഴിഞ്ഞ പാടുക്കല്ലേ ഇപ്പോൾ ടെൻഷൻ. അപ്പോഴേക്കും ഞാൻ മുടി വെട്ടി. എന്നതിന് ശേഷം ചന്തിയുടെ താഴെ ഞാൻ ഇതുവരെ മുടി അങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ. മുടി നീളുന്ന സമയത്തേക്ക് ഞാൻ വേഗം വെട്ടിക്കാളും. അതിൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ മുടി നിലത്തൂടി എഴുതുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇവരെന്ത് കണ്ടിട്ടായിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്ത് പോകുന്നു എന്നാണ് കേട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇനി ചിലപ്പോൾ ഒരു പക്ഷേ കുശുമ്പ് കുഞ്ഞായ്മ എന്നൊക്കെ നമ്മളെ നാട്ടിൻപുറത്ത് പറയും പോലെ ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏത് തന്നെയായാലും അത് കേട്ടപ്പോഴേക്കും ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. പിന്നീട് ഇന്ന് വരെ ചന്തിയുടെ താഴെ മുടി നീളാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അത് ഭർത്താവിനോടുള്ള സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതാണ് എൻ്റെ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത്. രസമുണ്ടോ ഗൈസ്? കമൻ്റ് ഇടണേ. അപ്പം ടാറ്റാ.